That's a live streaming from Palakkad railway station, as we can see. Thank you, sir. പൊള്ളാച്ചി റൂട്ടിന്റെ പുതിയ ട്രെയിൻ സർവീസിന്റെ ഫ്ളാഗ് ഓഫ് ആണ് പ്രധാനമന്ത്രി നിർവഹിച്ചത്. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച ഷൊർണൂർ ജംഗ്ഷൻ, കുറ്റിപ്പുറം, ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനുകളുടെയും ഷൊർണൂർ നിലമ്പൂർ റോഡ് റെയിൽവേ ലൈൻ വൈദ്യുതീകരണ പദ്ധതിയുടെയും ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കുന്നുണ്ട്. ഈ വേദിയിൽ 10,800 കോടി രൂപ ചിലവഴിക്കുന്ന കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനമാണ് ഒരു വേദിയിൽ വെച്ച് പ്രധാനമന്ത്രി പൂർത്തീകരിക്കുന്നത്. Have the live visuals from those stations: Kuttipuram, Changanasheri, Shornur Junction. We have the audience watching from Shornur. We can see from the screen. Thank you. And now, with great respect and profound honor, I humbly invite the Honorable Prime Minister Shri Narendra Modi ji to deliver his address to this august gathering. ഇപ്പോൾ ഈ പ്രൗഢ സദസ്സിനെ അഭിസംബോധന ചെയ്യുവാനായി ഭാരതത്തിന്റെ ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അവർകളെ വിനീതമായി ക്ഷണിക്കുകയാണ്. केरलम के राज्यपाल राजेंद्र आर्लेकर जी, केंद्रीय मंत्रिमंडल के मेरे सहयोगी सुरेश गोपी जी, जॉर्ज कुरियन जी, सांसद और विधायकगण, पूर्व केंद्रीय मंत्री राजीव चंद्रशेखर जी, देवी और सज्जनों, कोच्चि आना हमेशा ही बहुत शानदार अनुभव होता है। आज इस वाइब्रेंट कोस्टल सिटी से मुझे केरलम के विकास को और गति देने का अवसर मिला है। थोड़ी देर पहले केरलम के विकास से जुड़े अराउंड 11,000 करोड़ रुपीस के प्रोजेक्ट का शिलान्यास और लोकार्पण हुआ है। मैं केरलम की जनता को इन प्रोजेक्ट्स के लिए बहुत बहुत बधाई देता हूं। കേരളത്തിന്റെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർജി, കേന്ദ്രമന്ത്രിസഭയിലെ എന്റെ സഹയോഗികളായ സുരേഷ് ഗോപിജി, ജോർജ് കുര്യൻജി, പാർലമെന്റ് അംഗങ്ങൾ, നിയമസഭാ അംഗങ്ങൾ, മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർജി, ദേവിമാരെ, സജ്ജനങ്ങളെ, കൊച്ചിയിലെത്തുമ്പോഴെല്ലാം എനിക്ക് ഒരു പ്രത്യേക സന്തോഷം അനുഭവപ്പെടാറുണ്ട്. ഇന്നിവിടെ ഊർജ്ജസ്വലമായ ഈ തീരദേശ നഗരത്തിൽ നിന്നുകൊണ്ട് കേരളത്തിന്റെ വികസനത്തിന് വേഗത പകരുന്നതിനുള്ള അവസരം എനിക്ക് ലഭിച്ചു. അല്പനിമിഷം മുമ്പ് കേരളത്തിന്റെ വികസനം സംബന്ധിച്ച് ഏകദേശം 11,000 കോടി രൂപയുടെ പദ്ധതികൾക്ക് ശിലാസ്ഥാപനം നടത്തുന്നതിനും ഉദ്ഘാടനം നടത്തുന്നതിനും കഴിഞ്ഞു.